നോക്കാൻ പറ്റും കേട്ടോ. നോക്കാം. അപ്പൊ നോക്കുക, ടാസ്ക് 2 എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ബേസിക്കലി കണ്ടു. ടാസ്ക് 2ന്റെ അകത്ത് ബേസിക്കലി 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ കണ്ടു. പ്രപ്പോസൽ ടൈപ്പ്, ആർഗ്യുമെന്റ് ടൈപ്പ്, ഡിസ്കഷൻ ടൈപ്പ്, 3 ഡിസ്കഷൻ ടൈപ്പ്. അങ്ങനെ നോക്കാം. Task 2 requires you to write a well-developed, supplementary, and a complete essay. This topic can range from social and environmental to government and law. So basically, നമുക്ക് കിട്ടാൻ പോണ ഒന്നിലും സോഷ്യലുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ എൻവയറമെന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെന്റോ ലോയോ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും പറഞ്ഞത്. There is no requirement for you to have a depth knowledge about the topic of the question, as the evaluators are not testing you on this. ഇതാണ് നമ്മൾ ബേസിക്കലി നമ്മൾ ഏറ്റവും ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുന്നതും ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. There is no requirement for you to have in-depth knowledge of this topic. അപ്പൊ ഈ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഒന്നും അറിയാൻ പാടില്ലെങ്കിൽ തന്നെയും നമുക്ക് അതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങള് നമ്മുടെ ഭാഷയിൽ എഴുതി വെക്കുക. നമ്മൾ ഇന്നലെ വരെ എഴുതിയുള്ള എല്ലാ ടെസ്റ്റുകളുടെ അകത്തുനിന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് നോക്കിയിരുന്നേ? അതായത് നമ്മൾ എപ്പോഴും ഈ ഡെപ്ത് സബ്ജക്റ്റിനെ കുറിച്ച് ഡെപ്ത് നോളജ് നമ്മൾ ആ പേപ്പറിലേക്ക് പകർത്തി വെച്ചുകൊണ്ടിരുന്നേ. പക്ഷെ ഇവിടെ എക്സാമിനർക്ക് കൃത്യമായിട്ട് ആവശ്യമില്ല എന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് വേറൊരു ആംഗിളിലോ നോക്കുകയാണെങ്കിൽ, ഇപ്പോ ബേസിക് നോക്കുകയാണെങ്കിൽ 10 പേര് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ 10 ആൻസർ ആയിട്ടുണ്ടാവുക. 10 ടോപ്പിക് ആയിരിക്കും, 10 ഹെഡിങ് ആയിരിക്കും, 10 ഐഡിയ ആയിരിക്കും. സെയിം ടോപ്പിക്കാണ്, ഒരിക്കലും ഒന്നും വരില്ല. അപ്പൊ നമ്മളിവിടെ മാറ്റിയെടുക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സാം എഴുതുന്ന സ്റ്റൈലാണ് മാറ്റിയെടുക്കേണ്ടത്. The evaluators are testing you on how well you can write an essay. That. Okay. അപ്പോ എന്താണ് ഇവാലുവേറ്റേഴ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോയി നോക്കിയേ? ആൻസർ ദ ക്വസ്റ്റ്യൻ. അതായത് ചോദ്യത്തിന് കൃത്യമായിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ടോ? ഈസ് ഈസി ടു ഫോളോ. അത് വായിക്കുന്ന ആ എക്സാമിനറിന് അത് ഈസി ആണോ ഫോളോ ചെയ്യാനായിട്ട്? അതായത് അദ്ദേഹം ഈ എസ്സേ വായിച്ചു പോകുമ്പോൾ ടോപ്പിക് സെന്റൻസ്, അതിന്റെ എക്സ്പ്ലനേഷൻ, അതിന്റെ എക്സാമ്പിള്, അതിന്റെ കൺക്ലൂഷൻ, അതൊക്കെ ആ ഫ്ലോ കിട്ടുന്നുണ്ടോ? ഈസ് ഗ്രാമറ്റിക്കലി കറക്റ്റ്. ഗ്രാമറ്റിക്കലി കറക്റ്റ് ആയിട്ട് സെന്റൻസ് ആണ് ഉപയോഗിച്ചിരിക്കണേ. ആൻഡ് യൂസസ് ഗുഡ് ഒക്കാബുലറി. റിപ്പീറ്റഡ് ആയിട്ട് ഗുഡ് ഒക്കാബുലറി, റിപ്പീറ്റഡ് ആയിട്ട് ഒക്കാബുലറി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഗുഡ് ഒക്കാബുലറിയുടെ അർത്ഥം കേട്ടോ. നോക്കുക. അപ്പൊ ഇപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടി. നമ്മൾ ടോട്ടലി മാറണം. നമ്മൾ ടോട്ടലി നമ്മുടെ എക്സാം സ്റ്റൈലേ മാറിയെടുക്കണം. ആ മാറിയെടുത്തെങ്കിലാണ് നമുക്ക് ഈ ഒരു രീതിയിൽ ആൻസർ ദി ക്വസ്റ്റ്യനും ഈസി ടു ഫോളോയും ഗ്രാമറ്റിക്കലി കറക്റ്റും ഗുഡ് ഒക്കാബുലറി വരാൻ പറ്റുള്ളൂ. നമ്മൾ ഏറ്റവും ആദ്യം മാറിയെടുക്കേണ്ട സ്റ്റേജ് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ലേൺ ഹൗ ടു പ്ലാൻ ദി എസ്സേ. അത് അങ്ങനെ ശീലമില്ല. അപ്പോ നമ്മൾ പുറത്തിട്ട് എസ്സേ നല്ലവണ്ണം പ്ലാൻ ചെയ്ത് വെച്ച ശേഷം മാത്രമാണ് ആ സാധനം അകത്തേക്ക് എഴുതാവുള്ളൂ. നമ്മൾ ഇന്നലെ വരെ അങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷെ ഇന്ന് മുമ്പ് നമ്മൾ ചെയ്ത് പഠിക്കണം. എങ്കിൽ മാത്രമാണ് വാട്ട് ഈസ് ടാസ്ക് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമിന്റെ മുമ്പില് നിങ്ങളുടെ നോളജ് പുള്ളിക്കൊരു വിഷയമല്ല. നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടോ? ഈസി ടു ഫോളോ ആണോ? ഗ്രാമറ്റിക്കൽ കറക്റ്റ് ആണോ? Why do many people find task too difficult? Task is often overcomplicated by many people simply because they are unsure how to write it correctly. In a way that the evaluator will give them high score. Most people have an idea of what they need to do by looking at example exercise. However, if you don't know how to identify, then for me to answer correctly, it is difficult to achieve a high score. Fortunately, നിങ്ങൾ ഈ വാക്ക് ശ്രമിച്ചിട്ടുണ്ടോ? ഫോർച്ചുനേറ്റ്ലി. അതൊരു സ്റ്റാർട്ടിങ്, അതൊരു കണക്റ്റിംഗ് സംഭവം അല്ലെ? നമ്മൾ ഇന്നലെ എന്റെ കുറച്ച് ടോപ്പിക് നോക്കിയായിരുന്നു. വേറെ എന്തോ ഓക്കെ. There is a way to, ഇത് ആദ്യം കൊടുത്തിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ടാണ് ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. There is a way to achieve high score by key instructions.
keep provide IITs evaluators to exactly what they want. So, developing a system for your essay. Develop a system for answering task 2. This is probably the most important part of increasing your IIT score by writing section. Your writing answers must use a clear and concise structure, which covers all essential items. Okay. The task 2 of the academic test mode, you will need to write a minimum 250 words. Okay. Essay on a generic topic. You may have to solve a problem, present your opinion, and compare a different viewpoints on the given topic. അപ്പോ IITs എക്സാം എഴുതാതിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളാരാ? എക്സാമറാണ്. പുള്ളിക്ക് എന്താ വേണ്ടത്? നമ്മളെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടോ, പ്രസന്റ് ഒരു ഒപ്പീനിയൻ ആണോ, കമ്പയർ ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ്. Best approach to follow the system plan is develop and write and review your essay for best result. നോക്കുക, key things to remember here: use varied sentence structures. അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സബ്ജക്ട് തപ്പിപ്പോകുമ്പോൾ നമ്മൾ യൂസ് വേരിയേഷൻ സെന്റൻസ് ഉപയോഗിക്കാൻ നമ്മൾ മറന്നുപോകും. സോ before going to essay, we are planning. Topic sentence is simple sentence. Explanation is compound sentence. അടുത്ത explanation is compound sentence. Example compound sentence. So we never going to get wrong with our sentences. Use transition and connecting phrases, lingo, ideas. നമ്മൾ ഇന്നലെ കണ്ടിരുന്നു അല്ലെ? നമ്മൾ ഇത്ര മുമ്പ് കണ്ട ആ ഫോർച്ചുനേറ്റ്ലി എന്ന് പറയുന്ന സാധനം ഒരു ട്രാൻസിഷൻ വെർബാ, ഒരു ഫ്രേസാ. ഓക്കെ, LY വന്നുകൊണ്ട് അതൊരു അഡ്വർബാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കണക്റ്റീവ് ഫ്രേസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. യൂസ് വേരിയഡ് ആൻഡ് സം ഹയർ ലെവൽ ഓഫ് വൊക്കാബുലറി. നല്ല വൊക്കാബുലറി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പോരും. ചെക്ക് യുവർ സ്പെല്ലിംഗ് എറേഴ്സ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ. ചെക്ക് യുവർ പഞ്ച്വേഷൻ. ഇനി നമ്മുടെ പഞ്ച്വേഷൻ തെറ്റില്ല നമുക്ക് അല്ലെ? നമ്മൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുന്ന എഴുതിട്ട് അയക്കുമ്പോൾ പഞ്ച്വേഷനിൽ ഒരു തെറ്റും വരാൻ പാടില്ല. കാരണം ബാസ്കറ്റ് നടക്കാണോ ഫ്രണ്ടിലാണോ ബാസ്കറ്റാണോ വെച്ചിങ്ങനെ അതിനകത്ത് ഒരു തെറ്റും വരാൻ പാടില്ല കേട്ടോ. യൂസ് എ പ്രൂവൺ സ്ട്രക്ചർ ഫോർ ഓർഗനൈസേഷൻ. നോക്കുക, ഇന്നലെ നമ്മൾ നോക്കിയിരുന്നു ഹൗ ടു ഐഡന്റിഫൈ ഡിഫറെന്റ് ടൈപ്സ്. എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം? There are 3 possible questions for the task 2. അപ്പോ ഇതൊരു ട്രിക്കി മെത്തേഡില് ഇത് 3 ആയിട്ട് തിരിച്ചേക്കണത് കേട്ടോ. There are possible questions this types for task 2, but you will only receive one. നമുക്ക് ഓർമ്മ കിട്ടും. However, it is very important to be able to identify the different question types because you will then find it much easier to write an essay based on the correct structure to use for that type. അപ്പൊ എന്താണ് ഈ പറഞ്ഞിരിക്കേണ്ട അർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഈ പറഞ്ഞിരിക്കേണ്ട അർത്ഥം. അപ്പോ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറഞ്ഞു. ഐഡന്റിഫൈ ചെയ്യണം എന്തിനാണ്? കാരണം ആർഗ്യുമെന്റേറ്റീവ് ടൈപ്പും പ്രപ്പോസൽ ടൈപ്പും ഡിസ്കഷൻ ടൈപ്പും എസ്സേ എഴുതുമ്പോൾ 3 ടൈപ്പ് സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കണം നമ്മൾ. സോ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആർഗ്യുമെന്റേറ്റീവ് ആണോ, പ്രപ്പോസൽ ആണോ, ഡിസ്കഷൻ ആണോ എന്ന് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള നമ്മുടെ കഴിവല്ല നമ്മുടെ എക്സ്പീരിയൻസ് പറയും. അപ്പൊ ഇനി മുതൽ നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ കണ്ടാലും ആ ക്വസ്റ്റ്യൻ അപ്പൊ നമ്മൾ എഴുതാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ ഓൾറെഡി നമ്മുടെ ഈ എസ്സേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇതല്ലേ എസ്സേന്റെ പ്ലാനിങ്. ആർഗ്യുമെന്റേറ്റീവ് എസ്സേ കാണുമ്പോ റൈറ്റ് പ്ലാൻ എ അതിന്റെ ഫോർമാറ്റ് ലെവലുണ്ട്. ഞാൻ അകത്തുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പുറത്തേക്ക് എടുത്ത് എഴുതിയാൽ മതി. എന്നിട്ട് പിന്നീട് സെന്റൻസും നമ്മൾ എഴുതി കഴിഞ്ഞാൽ നോക്കാം. ഡീറ്റെയിലായിട്ടൊന്ന് നോക്ക്. You are given a problem or issue and 2 different solutions or opinion about it. ശരിയല്ലേ? ആർഗ്യുമെന്റ് ടൈപ്പിന്റെ അകത്ത് ഒരു ഇഷ്യൂ തരും നമുക്ക്, ഒരു പ്രോബ്ലം നമുക്ക് തരും. 2 different solutions, 2 സൊല്യൂഷൻ തരും, അല്ലെങ്കിൽ 2 ഒപ്പീനിയൻ തരും. Typically, you then have to decide which solution and opinion is better.
ഇതിന്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പറയാണ്, നമ്മളെ കണ്ടന്റിന്റെ അകത്തെ കുറിച്ച് ചിന്തിക്കാനും പാടില്ല. നമ്മുടെ സൊല്യൂഷൻ, നമ്മൾ പറയണ കാര്യം നമ്മൾ കൃത്യമായിട്ട് ഭാഷയില് ആർഗ്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആർഗ്യുമെന്റിന് ഉപയോഗിക്കുന്ന കുറച്ച് സിമ്പിൾ വേർഡ്സ് ഉണ്ട്, അത് നമ്മൾ പ്രോപ്പറായ സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ? Does it ask me to decide between two opinions, to look at advantages and disadvantages of topic? അപ്പൊ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടോപ്പിക്കും make me between two, ask you to decide between two different opinion. അപ്പൊ രണ്ട് ഒപ്പീനിയൻസ് ശ്രദ്ധിക്കുക, ഒപ്പീനിയൻ കേട്ടോ, രണ്ട് ഒപ്പീനിയൻസും അല്ലെങ്കിൽ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമുക്ക് തന്നിട്ട് നമ്മളോട് പറയുകയാണ് അതിന്റെ ഉത്തരം എഴുതാൻ പറഞ്ഞ ആ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് കാണുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ നേരെ പോകേണ്ടത് ഓക്കെ എനിക്കത് ഫോർമാറ്റ് കിട്ടി, എനിക്കത് തറ കിട്ടി, എന്താ പറഞ്ഞ ആർഗ്യുമെന്റ് ബെസ്സാണ്. അതൊക്കെ നോക്കാം. Unemployment is the most serious problems facing developed nations today. What are the advantages or disadvantages of reducing the working week of 35 hours? ഇതിന്റെ അകത്ത് എന്തുട്ടാ നോക്കിയേ, ആദ്യം പറയുക യു ആർ ഗിവൻ എ പ്രോബ്ലം ഓർ ഇഷ്യൂ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പ്രോബ്ലം, നമ്മുടെ ഇഷ്യൂ എന്തുട്ടാ ഇവിടെ? നമ്മൾ ആദ്യം ക്വസ്റ്റിനാ പഠിക്കണ്ടേ. ക്വസ്റ്റ്യൻ നല്ലോണം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ബ്രില്യൻ. അൺഎംപ്ലോയ്മെന്റ് ഈസ് ദ മോസ്റ്റ് സീരിയസ് പ്രോബ്ലം ഫേസിംഗ് ഡെവലപ്പ്. അതാണ് നമ്മുടെ ഇത്. അത് കഴിഞ്ഞിട്ട് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് reducing the working week of 30 hours. നോക്കുക, അപ്പൊ നമുക്കൊരു പ്രോബ്ലം ആദ്യം കിട്ടി, അത് കഴിഞ്ഞിട്ട് 2 different solutions or opinion കിട്ടി, ശരിയല്ലേ? രണ്ടാമത് നോക്കുക, പ്രോബ്ലം എന്താ അവിടെ നോക്കുക. In some countries, people pay different rates of tax depending on their salary. In other countries, everyone pays the same rate. Oh, okay, അതാണ് ഇഷ്യൂ. Which do you believe the best system? Okay, അപ്പൊ നമ്മുടെ കോർട്ടിലേക്ക് ബോൾട്ട് നിൽക്കണം അല്ലെ? അപ്പൊ അവിടെ ഒരു ഇഷ്യൂ വന്നു, പിന്നെ നമ്മുടെ ബിലീവിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് ആർഗ്യുമെന്റേറ്റീവ് എസ്സേ ആണ്. രണ്ടാമത്തെ നോക്കുക, പ്രപ്പോസൽ ടൈപ്പ് ഓഫ് എസ്സേ. യു ആർ ഗിവൻ ആൻ ഒപ്പീനിയൻ അബൌട്ട് എ സോഷ്യൽ ഇഷ്യൂ. പ്രപ്പോസൽ ടൈപ്പിനകത്ത് എപ്പോഴും വരിക ഒരു സോഷ്യൽ ഇഷ്യൂ ആയിരിക്കും വരിക, എപ്പോഴും അല്ല, മിക്കവാറും. Typically, you are asked whether or to what extent you agreed. എത്രമാത്രം നമ്മൾ അഗ്രി ചെയ്യുന്നു എന്നുള്ളതാണ് പ്രപ്പോസൽ ടൈപ്പ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം, ഒരു മിനിറ്റ് ബാക്ക് റിവൈൻഡ് പോയിട്ടാ. ആർഗ്യുമെന്റിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. അപ്പൊ ആർഗ്യുമെന്റ് ക്വസ്റ്റ്യൻ ആദ്യം ഇൻട്രൊഡക്ഷൻ വന്നം, ഡിസ്കസ് ടോപ്പിക് നമ്പർ 1, ഡിസ്കസ് ടോപ്പിക് നമ്പർ 2, സ്റ്റേറ്റ് യുവർ ഒപ്പീനിയൻ വൈ, കൺക്ലൂഷൻ. ഓക്കെ, ഇതിന്റെ അകത്ത് ഡിസ്കസ് ടോപ്പിക് നമ്പർ 1 എന്തുട്ടാ? അഡ്വാൻറ്റേജസ്. ടോപ്പിക് 2 എന്തുട്ടാ? ഡിസഡ്വാൻറ്റേജസ്. പിന്നെ നമ്മുടെ ഒപ്പീനിയൻ. ഓക്കെ, ഇതിന്റെ അകത്തും അഡ്വാൻറ്റേജസ് ഈ ആദ്യത്തെ പാർട്ട്, ആദ്യത്തെ എസ്സേ, രണ്ടാമത്തെ പാർട്ട് 2 പിന്നെ നമ്മുടെ ഒപ്പീനിയൻ. സോ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ആൻ ആർഗ്യുമെന്റേറ്റീവ് എസ്സേ. അപ്പോ ഡിസ്കസ് ടോപ്പിക് നമ്പർ 1, ഡിസ്കസ് ടോപ്പിക് നമ്പർ 1, അത് ശ്രദ്ധിക്കാട്ടോ. ടോപ്പിക് നമ്പർ 1 നമുക്ക് ടോപ്പിക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഡിസ്കസ് ടോപ്പിക് നമ്പർ 2, സ്റ്റേറ്റ് യുവർ ഒപ്പീനിയൻ വൈ ആൻഡ് കൺക്ലൂഷൻ. നോക്കുക, രണ്ടാമത്തെ ടൈപ്പ് നോക്കുക, പ്രപ്പോസൽ ടൈപ്പ്. You are given an opinion about a social issue or discuss. Typically, you are asked whether or to what extent you agree or disagree. Agree or disagree എന്ത് കണ്ടാലും അതെല്ലാം പ്രപ്പോസൽ ടൈപ്പാണ്. നോക്കുക, നമുക്ക് എക്സാമ്പിൾ നോക്കാം. Currently, there is a trend towards the use of alternative form of medicine. Okay. However, ഈ ഓവർ കണ്ടോ? ഇത് നമ്മൾ പഠിച്ച കോമ്പൗണ്ട് സെന്റൻസിന്റെ ഓവർ അല്ല കേട്ടോ അത്. At best, the methods are ineffective and at worst, there may be dangerous. To what extent? That's our question. To what extent do you agree?
ഈ സംഭവത്തോട് എത്രമാത്രം എഗ്രി ചെയ്യുന്നുണ്ട് ഓർ ഡിസഗ്രി ചെയ്യുന്നുണ്ട്. അപ്പോ ഈ സംഭവത്തോട് എഗ്രി ചെയ്യാൻ എനിക്ക് കാരണങ്ങൾ വേണം അല്ലെ, ഡിസഗ്രി ചെയ്യാൻ എനിക്ക് കാരണങ്ങൾ വേണം. അപ്പൊ നമ്മൾ നോക്കുക, ഓക്കെ, അപ്പൊ നമുക്ക് കാരണങ്ങളാണ് വേണ്ടത്. പ്രപ്പോസൽ ടൈപ്പ് നോക്കിയേ, ഇൻട്രൊഡക്ഷൻ, റീസൺ നമ്പർ 1, എന്തുകൊണ്ട് ഞാൻ ഡിസഗ്രി ചെയ്യുന്നു എന്നുള്ള കാരണം, ആദ്യത്തെ കാരണം. എന്തുകൊണ്ട് ഞാൻ ഡിസഗ്രി ചെയ്യുന്ന രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം ഉണ്ടെങ്കിൽ അത് നല്ലത്, അതിന്റെ കൺക്ലൂഷൻ. അപ്പോ എന്തുകൊണ്ട് ഞാൻ ആ ടോപ്പിക്കോ ഞാൻ ഡിസഗ്രി ചെയ്യാണ്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഡിസഗ്രി ചെയ്യുന്നതിന്റെ കാരണം. ഇവിടെ ഓൾറെഡി ഡിസ്കസ് ടോപ്പിക് നമ്പർ 1, ഇവിടെ കാരണമാണ് കേട്ടോ, ശ്രദ്ധിക്കുക. ഇവിടെ നിൽക്കേണ്ടത് ഇവിടെ കാരണമാണ്, ഇവിടെ ഡിസ്കസ് ടോപ്പിക് നമ്പർ 2 ആണ്. ഇവിടെ എന്ന് പറഞ്ഞത് നോക്കിയേ, ഇത് മൂന്നാമത്തെ പാരാഗ്രാഫ് കൊടുക്കാം. പക്ഷെ ഇവിടെ നാലാമത്തെ പാരാഗ്രാഫ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒപ്പീനിയൻ പറഞ്ഞു, ആർഗ്യുമെന്റിന്റെ ഒപ്പീനിയൻ പറഞ്ഞ പ്രപ്പോസ്ഡ് ആണ്, നമുക്ക് ഒപ്പീനിയൻ പറഞ്ഞ കാര്യം കൺക്ലൂഷൻ കൊടുത്താൽ മതി കേട്ടോ. പറഞ്ഞോ. സാറേ അഗ്രി ഡിസഗ്രി ആക്കുമ്പോ നമ്മളിപ്പം നമ്മൾ സപ്പോസ് അഗ്രി ചെയ്യണേ, ഇപ്പൊ നമുക്കിപ്പം അത് സ്ട്രോങ് ഒരു പോയിന്റ്, ഇപ്പൊ 2-3 ഒരു ടോപ്പിക് ഇട്ടിട്ട് നമ്മൾ മൂന്നാമത്തെ ലാസ്റ്റ് പാരഗ്രാഫ് ഡിസഗ്രി, ഹൗഎവർ സം പീപ്പിൾ ഇങ്ങനെ വിചാരിക്കുന്നു പറഞ്ഞ് അങ്ങനെ എഴുതരുത്, അങ്ങനെയല്ലേ എഴുതുന്നതാണ്. നമുക്ക് അങ്ങനെ എഴുതാം, പക്ഷെ അതിന്റെ അകത്ത് പറയുമ്പോ അതാണ് മൂന്നാമത്തെ അകത്ത് ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ സ്ട്രോങ് നമ്മള് ജസ്റ്റ് ജനറൽ പോയിന്റ് ഓഫ് ചിന്തിച്ചു നോക്കിയേ, ഒരു ടോപ്പിക് തന്നു, അതിനോട് ഞാൻ 100% എഗ്രി ചെയ്യുന്നില്ല, അത് 100% എഗ്രി ചെയ്യുന്നുണ്ട്. സോ ഹൗ വി ആർ പ്രസന്റ് ഇൻ ദാറ്റ് കേസ്, നമ്മൾ അതിന്റെ കാരണങ്ങൾ പറഞ്ഞ്, ഇപ്പൊ എനിക്ക് കിട്ടുന്ന കാരണങ്ങൾ ഞാൻ മാക്സിമം പറയുമല്ലോ ചെയ്യണേ. അവർ ഈ 2 ഓർ നോട്ടിന്റെ ഓപ്പോസിറ്റ് എഗ്രി ഓർ ഡിസഗ്രി 2 കാരണങ്ങൾ പുറത്തെടുക്കാൻ പറയാൻ കാരണം നമുക്ക് സ്ട്രോങ് കാരണങ്ങൾ കിട്ടും. ഇവിടെ നോക്കിയേ, റീസൺ വിത്ത് എക്സാമ്പിൾസ്, തേർഡ് റീസൺ ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മളത് എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതിപ്പോ നമ്മൾ അതിന്റെ തിയറി പാർട്ട് പഠിക്കും, എക്സാമിന്റെ അകത്തോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും എന്തുകൊണ്ടാണ് അവിടെ എല്ലാം എഗ്രി ചെയ്താണ് പോയിരിക്കുന്നത് വിവരം കേട്ടോ. മൂന്നാമത്തെ ശ്രദ്ധിക്കുക, ഡിസ്കഷൻ ടൈപ്പ്. യു ആർ ഗിവൻ എ സോഷ്യൽ ഇഷ്യൂ ഓർ എ പ്രോബ്ലം ആൻഡ് ആസ്ക്ഡ് ഡയറക്ട്ലി ഡിസ്കസ് ഇറ്റ്. നമ്മൾ ഡയറക്ട്ലി ആസ്ക് ചെയ്തിരിക്കണം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. ഓഫൺ ആസ്ക് സജസ്റ്റ് സൊല്യൂഷൻ ഫോർ ഇറ്റ്. Does it ask me what my opinion is about the topic? ഇതിന്റെ അകത്ത് ഒരു കാര്യം തന്നിട്ട് 2 കാര്യങ്ങൾ നമ്മോട് ചോദിച്ചിരിക്കുകയാണ്, നമ്മോട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. Many universities charge higher fees for foreign students. Why do they do this and do you believe that so far? അപ്പോ അത് അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണേ, ആദ്യത്തെ പാർട്ടിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ രണ്ടാമത്തെ പാരാഗ്രാഫിൽ കൊടുക്കും, മൂന്നാമത്തെ പാർട്ടിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ മൂന്നാമത്തെ ആൻസർ ആയിട്ട് എഴുതും. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റൈലാണ്. നോക്കിയേ, ഇതിനകത്ത് ആദ്യത്തെ പാർട്ട് കിട്ടാ വൈ ഡു ദേ ഡു ദിസ്, രണ്ടാമത്തെ പാർട്ട് നോട്ടാ ഡു യു ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ഫെയർ. അപ്പോ ആദ്യത്തെ പാർട്ടിലെ ആൻസർ, രണ്ടാമത്തെ പാർട്ടിലെ ആൻസർ, ഡിസ്കഷൻ ടൈപ്പ് എസ്. നമുക്ക് ഇപ്പോ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഇരുന്നോട്ടെ. ഇൻട്രൊഡക്ഷൻ, ടോപ്പിക് നമ്പർ 1, ടോപ്പിക് 2, ടോപ്പിക് 3, റീസൺ വിത്ത് എക്സാമ്പിൾ, കൺക്ലൂഷൻ, ഫസ്റ്റ് പാരാഗ്രാഫ്, സെക്കൻഡ് പാരാഗ്രാഫ്, കൺക്ലൂഷൻ. നമുക്ക് എഴുതിയിരിക്കുന്ന ഒരു ആൻസറിന്റെ അകത്ത് നമുക്ക് പോയി നോക്കാം. സോ വി വിൽ ഗെറ്റ് മോർ ഐഡിയ. ഇപ്പൊ നമ്മൾ തിയറി പഠിച്ച അതേ ലെവലിൽ നമ്മൾ പോയിട്ട് ഒരു ആൻസർ എഴുതി വയ്ക്കാൻ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ആ ടോട്ടൽ നമുക്ക് ഐഡിയ നമുക്ക് ക്ലിയർ ആയിട്ട് എന്താണ് റൈറ്റ് നോക്കാം. നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ള എസ് ആണ്, ബട്ട് ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. നമുക്ക് ഈ ഒറ്റ എസ് എക്സാമ്പിൾ നമ്മുടെ മനസ്സിൽ കിടന്നാൽ മതി. ഷുഡ് മ്യൂസിയംസ് ആൻഡ് ആർട്ട് ഗാലറീസ് ബി ഫ്രീ ഓഫ് ചാർജ് ഫോർ ദി പബ്ലിക്? ഫസ്റ്റ് പാർട്ട്. ഓർ ഷുഡ് എ ചാർജ് ഓർ എ വോളണ്ടറി ചാർജ് ലെവിഡ് ഫോർ അഡ്മിറ്റൻസ്? Discuss this issue and give your opinion. അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഡിസ്കസ് ദിസ് ഇഷ്യൂ ആൻഡ് ഗീവ് യുവർ ഒപ്പീനിയൻ. എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് നോക്കാം.
നമുക്ക് സ്ലോലി ഒന്ന് വായിച്ചു നോക്കണം. നമ്മൾ ഇന്നലെ കണ്ടു, ഇംഗ്ലീഷ് കണ്ടു. Museums and art galleries all around the world provide people with the opportunity to view and experience historical information. ഒരു കോമൺ ടോപ്പിക് ആണ്. അവിടെ നിന്ന് അത് ഹുക്ക് സെന്റൻസ് വെച്ച്, ബ്രിഡ്ജ് സെന്റൻസ് വെച്ചിരിക്കുകയാണ്. Even though there are places an important issue of the resides around the accessibility and whether or not they should be free. ഇത് നമ്മുടെ thesis statement ആണ്. In my opinion, thesis statement ആണ് എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് അത് കൊടുത്തിരിക്കുകയാണ്. Museums and art galleries should reserve the right to charge a fee upon entry just like many other attractions. നോക്കുക, നമ്മുടെ ആദ്യത്തെ ഇഷ്യൂ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ കേട്ടാ, ഷുഡ് മ്യൂസിയംസ് ആൻഡ് ആർട്ട് ഗാലറീസ് ഫ്രീ ഓഫ് ചാർജ് ഫോർ ജനറൽ പബ്ലിക്? നമ്മുടെ ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ ആദ്യം നോക്കിയായിരുന്നു, ഡിസ്കസ് ഫസ്റ്റ് ഇഷ്യൂ, സെക്കൻഡ് ഇഷ്യൂ, ദെൻ ഗീവ് അവർ ഒപ്പീനിയൻ അല്ലേ. നോക്കുക, ടു ബിഗിൻ വിത്ത് ദർ ആർ മെനി പീപ്പിൾ ഹു ഹോൾഡ് ദ വ്യൂ ദാറ്റ് മ്യൂസിയം ഷുഡ് ബി ഫ്രീ ഫോർ കീ റീസൺസ്. കണ്ടോ അതിന്റെ ആൻസർ അല്ലേ. ഫസ്റ്റ്ലി, കണക്റ്റിംഗ് വെർബ്, മ്യൂസിയംസ് ആർ പബ്ലിക് സർവീസസ്, therefore there should be an explanation. Topic sentence available to anyone without restrictions to money funds. Also, they argue fewer people would visit free for the required entry. For example, only the wealthy or people at disposable income could afford enjoyment the visiting the museums. Consequently, comma, this group see the negative effect clearly, charging a fee for museums. നമ്മുടെ ആദ്യത്തെ പാർട്ടിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം അതെല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു അവിടെ. ഷുഡ് മ്യൂസിയംസ് ആൻഡ് ആർട്ട് ഗാലറി ബി ഫ്രീ ഓഫ് ചാർജ് ഫോർ ജനറൽ പബ്ലിക്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ, ഷുഡ് എ ചാർജ് ഓർ ഈവൻ എ വോളണ്ടറി ചാർജ് ബി ലെവിഡ് ഫോർ അഡ്മിറ്റൻസ്? നമ്മൾ ഈ ഇഷ്യൂ ഡിസ്കസ് ചെയ്യാൻ പോയി. നമ്മുടെ അടുത്ത ഇഷ്യൂ ആണത്. ഓക്കെ, രണ്ടാമത്തെ ഇഷ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കുക, ഇൻ ദ കോൺട്രാസ്റ്റ്, കണ്ടോ, മെനി പീപ്പിൾ, ബാക്കി ഇമ്പോർട്ടൻ്റ്. Many people see that charging a fee is important for any museums or art gallery. Okay, അതാണ് ടോപ്പിക് സെന്റൻസ്. നമ്മുടെ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരും. അതിന്റെ എക്സ്പ്ലനേഷൻ അടുത്ത് കൊടുത്തിരിക്കുന്നത്, they see that the value of the art crafts held those places deserve to be valued by general public. In addition ഉണ്ടോ നമ്മളെ വന്നു കേട്ടോ, മസ്റ്റ് ആയിട്ടും, governments generally do not have sufficient money to fund such institutions, and as a result, other priorities are made able to the ആർട്ട് ഗാലറി. ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ഓക്കെ, അതിന്റെ അകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് മാത്രം, ഇൻ അഡീഷൻ എന്നുള്ളതും ആസ് എ റിസൾട്ട് എന്നുള്ളതും. കോമൺ നോക്കുകയാണെങ്കിൽ കണ്ടോ, നോക്ക, അടുത്ത് ഒരു കോംപ്ലക്സ് സെന്റൻസ് ആയത് കൊടുത്തല്ലോ. They see who or what, they see what about it. അതിന് ഡാറ്റ് കൊടുത്തിട്ട് നമ്മൾ സംഭവം കൊടുത്തിരിക്കണം അല്ലേ. ഫോർ ഇൻസ്റ്റൻസ്, ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്തൊരു ഫോർ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞു, ബൈ ചാർജിങ് എ ഫീ മെയിൻറ്റെയിൻ മച്ച് ബെറ്റർ ഫോർ ദിസ് റീസൺ. കണ്ടോ, വീണ്ടും ആ ഫ്ലോ ഉണ്ടാക്കുകയാണ് ആ സെന്റൻസുകളുടെ അകത്തോടെ. അപ്പൊ വെറുതെ സെന്റൻസിൽ എഴുതിയാൽ പോരാ, ആ ഫ്ലോ വരാൻ വേണ്ടിയിട്ട് ഫോർ ദ റീസൺ, ഫോർ ഇൻസ്റ്റൻസ്, പിന്നെ ഇൻ ദ കോൺട്രാസ്റ്റ്, ഇൻ അഡീഷൻ. കണ്ടോ, ആ ഒരു സംഭവങ്ങൾ ആഡ് ചെയ്യുമ്പോഴാണ് കോൺസിക്വന്റ്ലി, ഫോർ എക്സാമ്പിൾ, ഓൾസോ, ഫസ്റ്റ്ലി, ടു ബിഗിൻ വിത്ത്. അടുത്ത് നോക്കുക, ആർഗ്യുമെന്റ് അച്ഛനെ മൂന്നാമത്തെ പാഠം തൊട്ടാ, ഗീവ് അവർ ഒപ്പീനിയൻ. അപ്പൊ നമ്മൾ ഹോണസ്റ്റ് ആവാണ്. ഇൻ മൈ ഒപ്പീനിയൻ, it is clear that the benefit of charging a fee outweighs the benefits of providing free access. Usually, entry fees are not high and not by most people, which means that as long as the fees are reasonably low, a higher percentage of the population could still visit the institution. അത് നമ്മുടെ ഒപ്പീനിയനാണ്, നമ്മുടെ പേഴ്സണാലിറ്റി. അത് what our personality is our opinion, isn't it? അതിന്റെ അപ്പോ ആർഗ്യുമെന്റ്, അപ്പൊ ഈ അസൈൻ നോക്കുക, ഇതിനകത്ത് നമുക്ക് അറിയാൻ പാടാത്ത വാക്കുകൾ ഭയങ്കര കുറവാ അല്ലെ.
അപ്പൊ ഡിക്ഷണറി നോക്കേണ്ട ആ വാക്കുകളൊന്നുമില്ല. എല്ലാ വാക്കുകളുടെ അർത്ഥം നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഓക്കെടാ. അപ്പോ ഇതാ നമ്മൾ ഡിക്ഷണറി നോക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? നമുക്കിവിടെ വേണ്ട സാധനം കണ്ടോ? ഫസ്റ്റ്ലി, ടു ബിഗിൻ വിത്ത്, ഫോർ എക്സാമ്പിൾ, കോൺസിക്വന്റ്ലി, ഇൻ ദ കോൺട്രാക്ട്, പിന്നെ ഫോർ ഇൻസ്റ്റൻസ്, ഇൻ അഡീഷൻ, ഫോർ ദിസ് റീസൺ, ഇൻ മൈ ഒപ്പീനിയൻ, യൂഷ്വലി, ഇങ്ങനെ പറഞ്ഞ് ഈ എസ്സേനെ അല്ലയാ ഓക്കെ ഓക്കെ അടുത്ത നോക്കുക. അത് സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. രണ്ടാമത്തെ നമ്മൾ എന്താ കണ്ടിരുന്നത്? മെനി ഡിസ്കഷൻ ടൈപ്പ് എസ് ആണത്. മെനി ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ്സ് ആർ ബീങ് ഡിസ്ട്രോയ്ഡ് ഓർ റീപ്ലേസ്ഡ്. വാട്ട് ആർ ദ റീസൺസ് ഫോർ ദിസ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഷുഡ് ബി ഡൺ ടു പ്രിസർവ് ദിസ് ഡിസ്കഷൻ? അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിരിക്കണം കേട്ടോ, അല്ലെ? അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ എങ്ങനെയാ? ആദ്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഈ രണ്ടുമാണ്. വൺ വേൾഡ് ഈസ് കോൺസിക്വന്റ്ലി ചേഞ്ചിങ് അർബൻ ഡെവലപ്മെന്റ്, ഇൻക്രീസിംഗ് പോപ്പുലേഷൻ. ടോപ്പിക് സെന്റൻസ് and a bridge sentence. As a result of this, destroying and replacing many historical buildings, and once they are lost forever. ബ്രിഡ്ജ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മുടെ thesis statement. എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? There are several reasons which cause this occur, but more importantly, നമ്മളത് നല്ലവണ്ണം പ്രൊഫഷണൽ ആയിട്ടങ്ങ് പറയാണ്. More importantly, there are specific reasons that should be done in order to preserve these historical buildings. ആദ്യത്തെ ആൻസറിന്റെ ക്വസ്റ്റ്യൻ കൊടുത്തേക്ക്. There are several reasons which cause the loss of historical buildings. Oh, really? Unfortunately, ഞാൻ ആ സാധനം സെലക്ട് ചെയ്തില്ല. അടുത്ത് നോക്കാം. അടുത്ത് നോക്കാം. പ്രപ്പോസൽ ടൈപ്പ് എസ് നോക്കുക. പ്രപ്പോസൽ ടൈപ്പ് നമ്മൾ എന്താ കണ്ടേ? എഗ്രി ഓർ ഡിസഗ്രി അല്ലെ? അപ്പൊ എഗ്രി ഓർ ഡിസഗ്രി വരുമ്പോ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? യൂസിങ് എ കമ്പ്യൂട്ടർ എവറി ഡേ ക്യാൻ ഹാവ് മോർ നെഗറ്റീവ് ദാൻ പോസിറ്റീവ് എഫക്ട് ഇൻ ചിൽഡ്രൻ. ഡു യു എഗ്രി ഓർ ഡിസഗ്രി? ഓക്കെ, ആൻസർ നോക്കുക. സിൻസ് ദ കമ്പ്യൂട്ടേഴ്സ് വർ ഇൻവെന്റഡ്, അപ്പോ എഗ്രി ഓർ ഡിസഗ്രി നമുക്ക് രണ്ട് റീസൺ വേണം അല്ലെ? രണ്ട് റീസൺ plus and conclusion. നോക്കുക. Since the computers were invented, they were have becoming more and more involved in everyday way of living. Topic answer. അത് ഒന്നുകൂടെ ബ്രിഡ്ജ് വെച്ചേക്കാണ്. കുറച്ചും കൂടെ ലൈൻ ആണ്. Computers are now used for social, business, and entertainment purpose. However, കണ്ടോ? However, just the use of computer children on how to more negative. In my opinion, കണ്ടോ? The daily use of the computers by adolescent children does not have much greater negative effect than positive effect in two main reasons. അപ്പൊ നമുക്ക് എഴുതേണ്ട രണ്ട് കാരണങ്ങളാണ് പറഞ്ഞിരിക്കണേ. അപ്പൊ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു, children does have a much greater negative effect than positive in two. അപ്പൊ ആദ്യത്തെ റീസൺ നോക്കിയാൽ നമ്മളെ ഫസ്റ്റ്ലി, even though computers make life a lot for fun when a person is growing up, this contributes to a lack of physical exercise and subsequent fitness. അതാണ് നമ്മുടെ ഫസ്റ്റ് കാര്യം. കണ്ടോ? നോക്കുക. അപ്പോ ഇതിനകത്ത് എന്താ സംഭവിച്ചു നോക്കിയേ? In my opinion, the daily use of computers among children does have much greater negative effect than positive. അപ്പൊ നെഗറ്റീവ് എഫക്റ്റ് ആണ് ആ ആള് ഉണ്ടെന്നാണ് അദ്ദേഹം. അപ്പൊ എന്നോട് നെഗറ്റീവ് സപ്പോർട്ട് പറഞ്ഞിരുന്നത് അല്ലെ? അപ്പൊ അടുത്ത് നോക്കുക. As all the health experts, doctors recommend everybody should be doing some kind of exercise every day to keep their body in shape. The problem with using computer every day means that their bodies are not being exercised kind of beautifully, and ഇടയ്ക്ക് അവര്
ഒരു പാസീവ് വോയിസ് സെന്റൻസ് നെഗറ്റീവ് പാസീവ് വോയിസ് സെന്റൻസ് കണ്ടോ, കണ്ടിന്യൂസ് ടെൻസ് വിച്ച്. അപ്പൊ അതിന്റെ അടുത്ത ബാസ്കറ്റ് താഴെ വിച്ച് കോൺട്രഡിക്ട്സ് ദ റെക്കമെൻഡേഷൻസ് ഓഫ് മെഡിക്കൽ പ്രൊഫഷൻസ്. ഐ പേഴ്സണലി റിമെമ്പർ, ദിസ് ഇസ് എ ബ്രില്യന്റ്. ഇങ്ങനെ നമുക്ക് പറയാം, ഐ പേഴ്സണലി റിമെമ്പർ, നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാണ്. വെൻ ഐ വാസ് യങ്ങർ, several friends would spend hours to playing computer games, subsequently were never good at the school reports. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് വാക്ക് എന്തൊക്കെയാ? ഫസ്റ്റ്ലി നോക്കുക, ഐ പേഴ്സണലി റിമെമ്പർ ആൻഡ് സബ്സിക്വന്റ്ലി. കണ്ടോ, ആ പാരഗ്രാഫിന്റെ അകത്ത് തന്നെ ആ ഒരു ഫ്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അടുത്ത് നോക്കിയ ഫർദർ മോർ, the important part of daily computer use affects other young children social ability. Native ആണ് പറഞ്ഞിരിക്കുന്നത്. When a person is adolescent, basket ഫ്രണ്ടിൽ വെച്ച സെന്റൻസ് ആണല്ലേ സ്റ്റാർട്ട് ചെയ്തേക്കണേ. Okay, they are constantly learning about the world and the large part of the period is social awareness. Brilliant ആയിട്ട് ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ച് സെന്റൻസ് ഉണ്ടാക്കിയാണ് അല്ലേ. Using the computer does not allow the children to socialize with the children, which causes their development to show. ബാസ്കറ്റ് ബാക്കി സെന്റൻസ് ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ 2 കോംപ്ലക്സ് സെന്റൻസ്, ഒരു സിമ്പിൾ സെന്റൻസ്. അപ്പൊ നമ്മുടെ തിയറി കറക്റ്റാണ്. സിമ്പിൾ സെന്റൻസ് ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ചാൽ ബാസ്കറ്റ് ബാക്കി വെച്ച സെന്റൻസ് ഉണ്ട്. ബാസ്കറ്റ് ബാക്കി സെന്റൻസ്. വി പ്ലാൻഡ് ഓൾറെഡി ദാറ്റ് സെന്റൻസസ്. ആസ് ആൻ ഇല്ലസ്ട്രേഷൻ, അടുത്ത വാക്ക് ഇമ്പോർട്ടന്റ്, ability situate but also for a future purpose like work and relationship. അപ്പൊ രണ്ടും നെഗറ്റീവ് ആയിട്ട് തന്നെ പറഞ്ഞിരുന്നു അല്ലെ. അതിന്റെ പറഞ്ഞ ഐ സമ്മറൈസ്, ഐ കംപ്ലീറ്റ്ലി എഗ്രി. കണ്ടോ, I completely agree that daily use of computers have more negative effect on the children because, in a sense, a child needs a physical exercise and social stimuli for positive growth, and the higher use of the using simply does not allow this to happen. അപ്പൊ ക്ലിയർലി നമ്മുടെ ഒരു ഒപ്പീനിയനോട് കൂട്ടി നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടു ഇതിന്റെ ടു സമ്മറൈസ് ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ കണ്ടു. അപ്പൊ ബേസിക്കലി നമുക്കിപ്പോ സെന്റൻസുകൾ പ്ലാൻ ചെയ്യാനും സെന്റൻസുകൾ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിൽ ഇപ്പൊ ഇദ്ദേഹം ചെയ്ത കാര്യം നോട്ടാ. ഈ എക്സാമ്പിൾ എഴുതിയ ആള് എന്നെ നല്ലവണ്ണം പ്രൂവ് ചെയ്ത് ഞാൻ വായിച്ചപ്പോ എന്താ മനസ്സിലായ, പുള്ളി ടോപ്പിക് സെന്റൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, നല്ലവണ്ണം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെന്റൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ വി ഹാവ് ടു ഫോക്കസ് ഓൺ മേക്കിംഗ് എ ഗുഡ് സെന്റൻസസ്. Variety of different sentences. Okay. ഈ ഡിസ്കഷൻ ടൈപ്പ് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. കാരണം അതിന്റെ ആ പേജ് സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അത് വന്നിട്ടില്ല. You can look at tomorrow. ഇപ്പൊ ഇതിപ്പോ ഒന്നും കൂടി വായിച്ചു നോക്കാനായിട്ട് ഞാൻ ഫേസ്ബുക്കിന്റെ പേജിന്റെ അകത്ത് ഇതെല്ലാം ഞാൻ 2 ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയോ. നമുക്കപ്പോ നാളെ കാണാം. നാളെ ഫേസ്ബുക്കിൽ ലിങ്ക് അയച്ചേക്കാം. മൊബൈലിൽ അപ്ലോഡ് ചെയ്യണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ കേറുന്ന ജിമെയിൽ അങ്ങനെ ഫേസ്ബുക്കിൽ കയറിയ പോരെ. ഒന്നുമില്ല, facebook.com. അതിന് എന്റെ ഫേസ്ബുക്കിലില്ലേ? എന്റെ ഫേസ്ബുക്കിൽ പോയിട്ട് എന്റെ പേജസ് നോക്കി അറിയാൻ പറ്റും. സാറിന്റെ ഫേസ്ബുക്കിന്റെ ഐഡിയ എന്താ ഞങ്ങളോട് ജിയോ സെബാസ്റ്റ്യൻ, GEO സെബാസ്റ്റ്യൻ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതിന്റെ ഫേസ്ബുക്കിൽ പോയി എന്റെ ഫേസ്ബുക്ക് ആണ് കുറച്ചും കൂടെ, കാരണം അതിന്റെ അകത്ത് ഒരു 3-4 ജിയോ സെബാസ്റ്റ്യന്മാരുണ്ട്. കണ്ടില്ലെങ്കിൽ അതിന്റെ സിമിയുടെ ആരെങ്കിലും ഫേസ്ബുക്കിൽ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഞാൻ ഇട്ടേക്കണം, കാരണം എല്ലാരും കണ്ടു. അത് തന്നെ അത് റിക്വസ്റ്റ് അയച്ചേ കേട്ടോ. ഇതിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ എന്റെ പേജിന്റെ അകത്ത് ഉണ്ടാവും. ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോ കാണും. അതിന്റെ അകത്ത് പോയിട്ട് നിങ്ങൾ പോയിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ IITs പോലെ നേഴ്സസ് പോലെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി അതിന്റെ അകത്ത് വരും. കാരണം ഞാൻ അതിന്റെ അകത്ത് കുറെ പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്.
ഡോണ്ട് വറി. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാൻ സമയത്താകുമ്പോ. നീ സ്വല്പം ലേറ്റ് ആയി പോയി കേട്ടോ, അതുകൊണ്ട് പറ്റിപ്പോയെ. ഞാൻ എന്നാലും എനിക്കറിയാം എല്ലാരും വെയിറ്റ് ചെയ്യുന്നറിയാം. ബട്ട് സാറേ ഞാൻ നാളെ നൈറ്റ് ആയിരിക്കുവേ. പക്ഷെ അതിന് നാളെ ഫോണിൽ വരാൻ പറ്റുമോ? ഫോണില് സാറേ ഡ്യൂട്ടിയിലും ബുദ്ധിമുട്ടായിരിക്കും. ഡോ ബോയ്, ഞാൻ 2 കേരളമാരുണ്ട് സാറേ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ചേച്ചി ഹെഡ്സെറ്റ് വെക്കുക ചേച്ചി ചെവിയില്. ഇല്ല വെറുതെ വെച്ചാ പറയാം. ഞാനൊരു ഫോൺ നമ്പർ തരാം. ആ ഫോൺ നമ്പർ ഞാൻ ഇപ്പൊ എല്ലാവർക്കും ഇന്ന് ടെക്സ്റ്റ് ചെയ്തേക്കാം. ഈ സമയമാകുമ്പോ ആ ഫോൺ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവര് നമ്മളോട് പറയും ഈ ID ടൈപ്പ് ചെയ്യാൻ പറയും. നമ്മൾ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുന്ന ID ടൈപ്പ് ചെയ്യാൻ പറയുമ്പോ ആ ID ടൈപ്പ് ചെയ്യുമ്പോ അപ്പൊ തന്നെ അത് നമ്മുടെ ഇതായിട്ട് കണക്ട് ആവും. ഓട്ടോമാറ്റിക്കലി ഇതിന്റെ അകത്ത് തന്നെ വരും. ഇപ്പൊ ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ആളെ കാണാൻ പറ്റില്ല. ഇതിന്റെ അകത്ത് ലിങ്ക് സംസാരിക്കാനും പറ്റും കേട്ടോ. അതിന്റെ അകത്തെ മീൻസ് ഒരു ഇത് ടെലികോൺഫറൻസ് രണ്ടും ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് നാളെ വായിട്ടോ. ഞാൻ ഇതിപ്പോ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. ഗുഡ് നൈറ്റ്. വെരി ഗുഡ് നൈറ്റ്. Good night. Thank you, sir.